ഹായ് വെൽക്കം ടു യു ഇൻ യു മൈൻഡ്ഫുൾ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു സെഷനാണ് ഇന്ന് യു ആൻഡ് യു മൈൻഡ്ഫുള്ളിൽ. നമ്മളെല്ലാവരും ലൈഫിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ തോന്നുക നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ ഹീൽ ചെയ്യാനും ഒക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവരും അതിനുള്ള എഫേർട്സ് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് പ്രാക്ടീഷണറാണ് ഭൂമി. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് മുമ്പും അറിയാം. പക്ഷെ ആളുകൾക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. എന്താണ് ഹീലിംഗ് ആൻഡ് എല്ലാവരും ഹീൽ ചെയ്യേണ്ടതുണ്ടോ? ഹീലിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഭയങ്കര സുപരിചിതമായിട്ടുള്ളൊരു വേർഡാണ്. ഇന്ന് ഭയങ്കര ട്രെൻഡിയുമാണ്. വി നീഡ് ടു ഹീൽ, വി നീഡ് ടു ഹീൽ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയാം. എല്ലാവർക്കും ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് എല്ലാവർക്കും ട്രിഗേഴ്സ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഹീൽ ചെയ്യുവാണെന്നാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ ഹീലിംഗ് അല്ല ചെയ്യുന്നത്, നമ്മൾ ഫിക്സിങ് ആണ് ചെയ്യുന്നത്. ആൻഡ് വി തിങ്ക് ദാറ്റ് നമ്മൾ ഹീലിംഗ് ആണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് ഹീലിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇൻവേർഡ് ജേണിയാണ്. നമ്മൾ നമ്മളെ തന്നെ മൊത്തത്തിൽ തിരിച്ചറിഞ്ഞ് ഒരു അഴിച്ചുപണി നടത്തുക. എന്താണ് നമ്മുടെ ട്രിഗേഴ്സ്, എന്താണ് നമ്മുടെ ലിമിറ്റേഷൻസ്, എന്താണ് നമ്മുടെ പാറ്റേൺസ്. ഇത് അറിയുന്നത് കൊണ്ട് അതിന് ഇൻസൈറ്റ്സ് ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു നോ എ ബെറ്റർ ലാംഗ്വേജ്. പക്ഷേ യു ആർ ഇൻ ദ സെയിം ലൂപ്പ്, വ്യത്യാസമൊന്നും വരുന്നില്ല. അതിൽ നമ്മൾ വി ഹാവ് ടു റെസ്പോണ്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ ഓരോ പാറ്റേണിലും. അപ്പോൾ ആ പാറ്റേണിൽ നമ്മളൊരു ഡിഫറൻസ് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ആ പാറ്റേൺ ബ്രേക്ക് ആവുന്നത്. അപ്പോൾ അതിനുള്ള ഹെൽപ്പുകളാണ് നമ്മൾ പല കൈൻഡ് ഓഫ് സെഷൻസ് വഴിയും എനർജി ഹീലിംഗ് അതുപോലെയുള്ള ഓരോ കൈൻഡ് ഓഫ് പല സെഷൻസ് വഴിയും നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഹൗ ടു റെസ്പോണ്ട് ഡിഫറെൻ്റ്ലി ടു ബ്രേക്ക് ദാറ്റ് പാറ്റേൺ. ഇപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, എനിക്കിതാണ് പ്രശ്നം, എൻ്റെ പാറ്റേൺ ഇതാണ്, ഞാൻ ഈ ഒരു കാര്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിലെ സത്യാവസ്ഥ ഇത് അറിയുന്നത് കൊണ്ട് ഗുണമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഷിബ്ല നമ്മളുടെ ഡ്രസ്സിൽ ഒരു ചെളി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ചെളി എവിടെ നിന്നാണ് വന്നേ എന്നറിയാനുള്ള ഒരു ധൃതിയായിരിക്കും. അതായത് ഇത് എവിടെ നിന്നാണ് പറ്റിയത്, നമുക്കത് അറിയണം. അപ്പോൾ നമുക്ക് മൈൻഡിനൊരു സമാധാനം ഉണ്ടാവും. ഓക്കെ, ഈ കൗച്ചിൽ നിന്നാണ് എനിക്ക് ഈ ചെളി പറ്റിയിട്ടുള്ളത്. ഓക്കെ, നമുക്കതിൻ്റെ റൂട്ട് കോസ് പിടികിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിത് വാഷ് ഔട്ട് ചെയ്യണം. ആ വാഷ് ഔട്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സോപ്പും വെള്ളവും ബക്കറ്റും ബ്രഷും എല്ലാം ഉണ്ടെങ്കിലും അത് തനിയെ പോവില്ല. സോ യഥാർത്ഥത്തിലെ ഹീലിങ്ങിൽ ഐ കാൺ ഹീൽ യു, യു കാൺ ഹീൽ മീ, ഓൺലി വി ക്യാൻ ഹീൽ അവർ സെൽഫ്. നമുക്ക് മാത്രമേ ആ ബ്രഷും സോപ്പും ബക്കറ്റും എല്ലാം എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതെന്താ ചെയ്യേണ്ടതെന്നും പറയാൻ പറ്റും. പക്ഷേ അത് ഷിബ്ലയ്ക്ക് തന്നെ അത് വാഷ് ചെയ്ത് ഉരച്ച് കളയാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് ഹീലിംഗ്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ആൻഡ് വി ഓൾ നീഡ് ഹീലിംഗ് ബിക്കോസ് വി ഓൾ ഹാവ് ട്രിഗേഴ്സ്. ആ ട്രിഗേഴ്സിൽ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ റിപ്പീറ്റ് ഫോർ എവർ. നമ്മുടെ ലൈഫിൽ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള ജനറേഷൻസൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രിഗർ എന്ന് തന്നെ പറയാം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനവിടെ ഉപേക്ഷിച്ചിട്ട് മൂവ് ഓൺ ചെയ്യാനാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമുക്കൊരു ബാഗേജായിട്ട് നമ്മുടെ പുറത്തുണ്ടാവും എന്നുള്ളതൊന്നും മുന്നേയുള്ള ജനറേഷൻസ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആൻഡ് കരയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യവും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എപ്പോഴും കരയാതിരിക്കാനും വീക്ക്നെസ് പുറത്ത് കാണിക്കാതിരിക്കാനും പറ്റുവാണെങ്കിൽ നമ്മൾ കരയുന്ന ഒരാളെടുത്ത് പോയിട്ട് നമ്മൾ കരയല്ലേ എന്നാണ് നമ്മൾ ഇപ്പോഴും പറയുക. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ടു യുനോ നമുക്ക് ആ ഒരു ബാഗേജ് നമ്മുടെ പുറത്തുള്ള ആ ഒരു കനം കുറയ്ക്കാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കരയുക എന്ന് പറയുന്നത് പോലെയുള്ള വെൻറ്റിങ് ഔട്ട് എന്ന് പറയുന്നത്. സോ അതിൽ നമുക്കിങ്ങനെ പുട്ട് ഡൗൺ ചെയ്യാം. ഹീലിംഗ് എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് ഷിബ്ല, ലോട്ട് ഓഫ് വർക്ക്. കാരണം ആ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ. സോ ഇപ്പം ഞാനും ഷിബ്ലയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, നമ്മൾ തമ്മിലൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായി. ഷിബ്ല പറയുന്നതാണ് ശരിയെന്ന് ഷിബ്ലയ്ക്കും അറിയാം, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് എനിക്കും അറിയാം. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും. കാരണം എത്ര പറഞ്ഞിട്ടോ എന്താണ് ഷിബ്ലയ്ക്ക് മനസ്സിലാവാത്തത്, ഷിബ്ല വിചാരിക്കുന്നത് എത്ര പറഞ്ഞിട്ടോ എന്താ ഭൂമിക്ക് അത് ക്ലിക്കാവാത്തത്. സോ നമ്മൾ
എഫേർട്ട് ഇട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എന്ത് പറ്റും, നമുക്ക് അവിടെ ഒരു ആർഗ്യുമെൻറ്റ്, അവിടെ ഒരു ആങ്കറായിട്ട് മാറും. പിന്നെ നമ്മളുടെ ഈ ആങ്കർ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങും, പുറത്തേക്ക് ഓവർഫ്ലോ ആവാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഷിബ്ലയ്ക്ക് അല്ലെങ്കിലും പണ്ടേ ഇങ്ങനെയാണ്, പണ്ടേ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഷിബ്ല എൻ്റെ അടുത്ത് ഭൂമി പിന്നെ മോശമാണോ. സോ നമ്മുടെ ടോപ്പിക്ക് മാറി, നമ്മൾ എന്തായിരുന്നോ നമ്മളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം അതെല്ലാം മാറി. പിന്നെ നമുക്ക് പരസ്പരം അറിയാവുന്ന പഴയ കാര്യങ്ങളാണ് നമ്മളെല്ലാം എടുത്തിടാറ്. കാരണം അത് വെച്ചിട്ടേ നമുക്ക് ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് നമുക്കൊരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഷോക്കോ ഒരു വിഷമോ ആയിരിക്കും ഉണ്ടാവുക. അവിടെ നിന്ന് അത് പയ്യെ ആങ്കറായിട്ട് മാറും. ഈ ആങ്കർ കുറച്ച് കഴിയുമ്പോൾ ഹേറ്റഡായിട്ട് മാറും. ഹേറ്റഡ് കുറച്ച് കഴിയുമ്പോൾ അത് റേജ്, റിവെഞ്ച് ആ ഒരു രീതിയിലേക്ക് മാറും. സോ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും വഴക്കുണ്ടാക്കി, നമ്മൾ പ്രശ്നം ഉണ്ടാക്കി, നമ്മൾ പിരിഞ്ഞു. അതിനുശേഷം ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് തണുക്കുമ്പോൾ എനിക്ക് ഷിബ്ലനെ നേരത്തെ അറിയാമല്ലോ, അല്ലെങ്കിൽ ഷിബ്ല ഒരു പാവമാണല്ലോ. ചിലപ്പോൾ ഒരാളായിരിക്കും അതിനകത്ത് എഫേർട്ട് ഇടുക, ഒന്ന് വിളിക്കാം, ഒന്ന് സോറി പറയാം. സോ ഇപ്പം ഞാൻ സോറി പറയുമ്പോൾ ഷിബ്ല അത് കേൾക്കുകയാണ്, ഭൂമി എനിക്കും ആ സമയത്ത് എന്തോ പറ്റിയില്ല. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോറി പറഞ്ഞു, ഒന്ന് കൈ കൊടുത്ത് അത് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കുന്നത് വി ഹീൽഡ് ബിക്കോസ് വി ടുക്ക് ആൻ എഫേർട്ട്. ഷിബ്ലയ്ക്കും എന്നോട് ദേഷ്യമുണ്ടായിരുന്നു, ഞാൻ അവിടെ എഫേർട്ട് ഇട്ട് ഷിബ്ലയുടെ അടുത്ത് വന്ന് സംസാരിച്ച് അതിനൊരു എഫേർട്ട് ഉണ്ടല്ലോ, നമ്മളുടെ ഈഗോ മാറ്റി വെക്കണം, നമുക്ക് അങ്ങോട്ട് വന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് സംസാരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മളുടെ വിചാരം നമ്മളത് ഹീലായി, നമ്മൾ ആ പ്രശ്നത്തിൽ നിന്നും ഹീലായി മാറി. നോ, ദിസ് ഈസ് ഫിക്സിങ്, ദിസ് ഈസ് നോട്ട് ഹീലിംഗ്. നമ്മൾ ആ പ്രോബ്ലത്തെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഹീലിംഗ് എന്താണ്? ഫിക്സിങ് അല്ല ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഹീലിംഗ് എന്താണ്? ഹീലിംഗിൽ ആക്ച്വലി ഹൂ ഈസ് ഡൂയിങ് ദ മിസ്റ്റേക്ക് ഡസൻറ്റ് മാറ്റർ. ആര് തെറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാറ്ററേ അല്ല. എനിക്കത് കൊണ്ടോ, ഷിബ്ലയുടെ ഒരു നോട്ടം, ഷിബ്ലയുടെ ഒരു സംസാരം, അല്ലെങ്കിൽ ഒരു വാക്ക് എന്നെ അത് വേദനിപ്പിച്ചോ, അത് എൻ്റെ ഉള്ളിലെ ട്രിഗറാണ് അവിടെ ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ടാണ് എനിക്കത് കൊള്ളുന്നത്, എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. സോ എൻ്റെ ഉള്ളിലെ ട്രിഗറാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വണ്ടി ആക്സിഡൻറ്റ് നമ്മൾ കണ്ടു. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ആരാ ഇടിച്ചേ, എന്തുകൊണ്ടാണ് ഇടിച്ചേ, അല്ലെങ്കിൽ എന്താ പറ്റിയതെന്നുള്ളത് നമ്മൾ സെക്കൻഡറിയോ ടെറിഷ്യറിയോ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ ആരുടെ മിസ്റ്റേക്കാ, എന്താ പറ്റിയത്, എന്താ ആരെ ഇടിച്ചേ. അപ്പോൾ ആര് ഇടിച്ചാലും എനിക്കത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, എനിക്കത് കൊണ്ടിട്ടുണ്ടോ, എന്നെ എന്തെങ്കിലും രീതിയിൽ അതൊരു ഡിസ്കംഫോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ, വിച്ച് മീൻസ് ഐ ഹാവ് എ ട്രിഗർ.